Hello friends, very good morning. In this video, we are going to handle previous year question paper analysis related to development economics. Okay? എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉള്ളത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് പാർട്ട് എ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് അനാലിസിസ് ആ വീഡിയോ നിർബന്ധമായിട്ടും വാച്ച് ചെയ്തതിന് ശേഷമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൽ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് കൂടും. ഏതെല്ലാം ഏരിയാസിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതുപോലെ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പാറ്റേൺ, അതിൻ്റെ നാച്ചറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, 4 മൊഡ്യൂൾസാണ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിനുള്ളത്. പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് പ്ലാനിങ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഒത്തിരി ഏരിയാസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച ഭാഗങ്ങളാണ്. പക്ഷേ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് കൊടുക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ എക്കണോമിക് പ്ലാനിങ്, അതുപോലെ ബേസിക് ഇഷ്യൂസ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഓർ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള ഏരിയാസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യൻ എക്കോണമി. ആ വീഡിയോ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ വളരെ യൂസ്ഫുള്ളാണ്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീൽ ചെയ്യുക, നല്ല ക്വാളിറ്റിയുള്ള ആൻസർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടത് നിങ്ങൾ തറവായിട്ട് പ്രിപ്പയർ ചെയ്യുക, റിവിഷൻ നടത്തുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ വന്നിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് മീൻസ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ഏരിയയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? നമുക്കറിയാം, ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആസ്പെക്റ്റ് ആണ്. ഡെവലപ്മെൻറ്റ് പ്രൊഡക്ഷൻ ആസ്പെക്റ്റ് ആസ് വെൽ ആസ് ഡിസ്ട്രിബ്യൂഷൻ ആസ്പെക്റ്റ്, isn't it? എക്കോണമിക് ഗ്രോ ചെയ്യുന്നു, ആ ഗ്രോ ചെയ്യുന്നതിൽ നിന്നുള്ള നേട്ടങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നു. ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. നമ്മുടെ 11th 5-year പ്ലാനിൻ്റെയും 12th 5-year പ്ലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അത് 12th 5-year പ്ലാനിൽ ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്, isn't it? Sustainable development, that concept is also very important. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത്, എക്കോണമി ഈസ് ഗ്രോയിങ്, ബട്ട് പീപ്പിൾ ആർ നോട്ട് ബെനിഫിറ്റിംഗ് ഫ്രം ദാറ്റ് ഗ്രോത്ത്. അങ്ങനെയാണെങ്കിൽ ആ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ഓപ്ഷൻ സി, ഗ്രോത്ത് വിത്ത് ചേഞ്ച്. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷണൽ ജസ്റ്റിസ് ആൻഡ് പീപ്പിൾ ആർ ബെനിഫിറ്റിംഗ് ഫ്രം ദി ഗ്രോത്ത് ആൻഡ് സോ ഓൺ. ഓക്കെ, then second question, the human poverty index was developed by. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ഓൾട്ടർനേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള UNDP. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ഡി, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. UNDPൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടുള്ള ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കോമ്പണൻസ് എന്താണ്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൻ്റെ കോമ്പണൻറ്റ്. ഇപ്പോൾ PQLI ഡെവലപ്പ് ചെയ്തത് ഏതാണ്, മോറിസ് ഡി മോറിസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എന്തായിരിക്കാം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഓർ PQLI ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു എന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അനാലിസിസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിഗ് പുഷ് strategy of development was first advocated by the big push theory. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് മൊഡ്യൂൾ വരുന്ന തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ആൻഡ് ബിഗ് പുഷ് തിയറി. ഈ 2 തിയറിയും ഒത്തിരി ക്ലോസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ബിഗ് പുഷ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റോസസ്റ്റിൻ റോഡൻ, കറക്റ്റ് ഓപ്ഷൻ എ, റൈറ്റ്. Then fourth question വരുന്നത്, the theory of stages of growth is associated with the name of stages of growth. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, W റോസ്റ്റോ. റോസ്റ്റോ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 stages, the traditional society, preconditions for take off,
then drive it to maturity and at the age of high mass consumption. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ W റോസ്റ്റോൻ്റെ തിയറി ഓഫ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. Then next question, vicious circle is a concept directly related to. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ് ഓഫ് പോവർട്ടി, വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി, റാഗ്നർ നാക്സിനെ ഒക്കെ ഓർത്തിരിക്കുക. The next question, Liebeskind describes the condition existing in a backward economy. അദ്ദേഹം പറയുന്നത് എന്താണ്? വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ഓർ എ വിഷ്യസ് സർക്കിൾ ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ. സി സെവൻത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്ലാനിങ് എന്താണ്? ഡെമോക്രാറ്റിക് ആണ്. ഇവിടുത്തെ 4 ഓപ്ഷൻസ് ടോട്ടാലിറ്റേറിയൻ, സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഒക്കെ കൂടുതൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് ഓറിയൻറ്റഡ് കൺട്രി, ചൈന, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഏർലിയർ USSR ആൻഡ് സോ ഓൺ. ഇവിടെ വരുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് പ്ലാനിങ് ആണ്, isn't it? Then 8th question, who among the following formulated the Gandhian plan? Correct option B, ശ്രീമാൻ നാരായൺ അഗർവാൾ. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പീപ്പിൾസ് പ്ലാൻ, MN റോയ്. ബോംബെ പ്ലാൻ ഒക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഹിസ്റ്ററി ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ, ആ ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. 9th question, നെയിം ഓഫ് ദ അഡ്വൈസറി ബോഡി വിച്ച് റീപ്ലേസസ് പ്ലാനിംഗ് കമ്മീഷൻ. കറക്റ്റ് ഓപ്ഷൻ സി, നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. January 1, 2015 മുതൽ നമ്മൾ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ നീതി ആയോഗിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ. അതിൻ്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നീതി ആയോഗ്. റൈറ്റ്. നൗ 10th question, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ്. Correct option B, meeting the needs of the present generation without compromising the needs of the future. നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Then 11th question, the Club of Rome took place in. ഈ ടോപ്പിക്ക് നിങ്ങൾ ലിമിറ്റ് ഗ്രോത്ത് അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഏരിയ ആണ്. സി കറക്റ്റ് ഓപ്ഷൻ സി, 1968. Then 12th question, വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹെൽഡ് ഇൻ. കറക്റ്റ് ഓപ്ഷൻ ഡി, ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ഓക്കെ. ഇത്രയും ഏരിയ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻഡ് 4 ഓപ്ഷൻസ് ഉണ്ടാവും. വളരെ പെട്ടെന്ന് നമുക്ക് എന്താണ് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ എഴുതുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ. നൗ വി ക്യാൻ ഡിസ്കസ് very short answer type question. That is also very simple question. 13th question, what are the components of PQLI, Physical Quality of Life Index? നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് PQLI ആൻഡ് HDI നിങ്ങൾ ഒരു പെയർ ആയിട്ട് പഠിക്കാം. PQLIയിൽ വരുന്ന കോമ്പണൻസ്, HDIയിൽ വരുന്ന കോമ്പണൻസ് ചാപ്റ്റർ വൈസ് അനാലിസിസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വളരെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. HDI നമുക്കറിയാം, മഹബൂബ് ലക്ക്, പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആൻഡ് ഇന്ത്യൻ എക്കണോമിസ്റ്റ് അമർത്യ കുമാർ സെൻ കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. HDI UNDP, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് HDI റാങ്കിങ് പ്രകാരം ഇന്ത്യക്ക് 131 ആണ്, 131ാമത്തെ റാങ്കാണ് ഔട്ട് ഓഫ് 189 കൺട്രീസ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. Now 14th question, what is multi-dimensional poverty index? ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജെൻഡർ എംപവർമെൻറ്റ് മെഷർ, ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതുപോലെ HDI, PQLI വരുന്ന ഏരിയാസ് ഒക്കെ നോക്കുക. 15th question, what do you mean by backward and forward linkages? നമ്മുടെ തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. Then 16th question, distinguish between SOC and DPA. SOC എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ, DPA ഡയറക്റ്റീവ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ഓക്കെ. 17th question, write a note on നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, NDC. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഇപ്പോൾ ഇല്ല. August 6, 1952 നിലവിൽ വന്നതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇന്ത്യയിലെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം 15 മാർച്ച് 1950 അത് റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഇവിടെ ഞാൻ പറയാനുള്ള കാരണം 3rd മൊഡ്യൂൾ എക്കണോമിക് പ്ലാനിങ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഒന്ന് പൊടി തട്ടിയെടുക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ ഞാൻ പറഞ്ഞു ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്
ഗണ്ണർ മിർഡാർ, അദ്ദേഹമാണ് ബാക്ക്വേർഡ് കൺട്രീസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാനിംഗ് മോഡൽ എന്ന് പറയുന്നത് റോളിംഗ് പ്ലാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ജനതാ ഗവൺമെൻറ് മൊറാർജി ദേശായിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൽ 3 ടൈപ്സ് കാര്യങ്ങളുണ്ട്. ആ റോളിംഗ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കുക. ടൈപ്സ് ഓഫ് പ്ലാനിങ്, വളരെ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്, സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഈ ഏരിയാസ് നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കും. 19th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇതേ ടോപ്പിക്കിനെ നിങ്ങൾക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 3 എക്കണോമിക് പ്ലാനിങ്. 20ാമത്തെ ചോദ്യം റൈറ്റ് എ നോട്ട് ഓൺ ബോംബെ പ്ലാൻ. ബോംബെ പ്ലാൻ ഇസ്ന്റ് ഇറ്റ്? ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അതിൻ്റെ ഒരു ഐഡിയ, അതിനെപ്പറ്റി ഒത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ ആൻഡ് പീപ്പിൾസ് പ്ലാൻ, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 21st ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഇനീക്വാളിറ്റി. സോഷ്യൽ ഇനീക്വാളിറ്റി, എക്കണോമിക് ഇനീക്വാളിറ്റി, ദെൻ ഡിജിറ്റൽ ഡിവൈഡ്, ഇങ്ങനെയൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ 22nd ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഗിനി കോഎഫിഷ്യൻറ്റ്? നമുക്കറിയാം ലോറൻസ് കർവ്, ഗിനി കോഎഫിഷ്യൻറ്റ്, ദെൻ കുസ്നെറ്റ്സ് കർവ് ഓർ കുസ്നെറ്റ് റേഷ്യോ. ഈ 3 ഏരിയാസ് നല്ല ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ലോറൻസ് കർവ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എക്കണോമിക് ഇനീക്വാളിറ്റി, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഗിനീസ് കോഎഫിഷ്യൻറ്റ്. അതുപോലെ കുസ്നെറ്റ് ഇൻവേർട്ടഡ് യു ഷേപ്പ് ഹൈപ്പോത്തിസിസ്, കാരണം എക്കണോമിക് ഗ്രോത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഇനീക്വാളിറ്റി കൂടും, അത് ലോങ് ടേമിൽ എന്താണ് ഇനീക്വാളിറ്റി ഗ്രാജുവലി കുറയുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ്. ഓക്കെ, അപ്പോൾ ആ ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 23ാമത്തെ ചോദ്യം വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? നമുക്കറിയാം 4th മൊഡ്യൂൾ വരുന്ന ഇഷ്യൂസ് ഇൻ ഡെവലപ്മെൻറ്റിലെ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ്, ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള ഏരിയാസ് നല്ല ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ദെൻ 24ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി. ഞാൻ ചാപ്റ്റർ വൈസ് അനാലിസിസിൽ നിങ്ങൾ അത് പഠിക്കേണ്ട ഒരു മോഡൽ പറഞ്ഞിട്ടുണ്ട്, ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ക്രക്സ്. കാരണം ഒരു 2 മാർക്ക് അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിലെ ആര് ഡെവലപ്പ് ചെയ്ത്, ഇപ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ഡെവലപ്പ് ചെയ്ത എക്കണോമിസ്റ്റ്. ഓക്കെ, അതിലെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അത് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി, അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി, ബിഗ് പുഷ് തിയറി, ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി, ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് തിയറി, ഇങ്ങനെ ബന്ധപ്പെട്ട ആ ഒരു കൺസെപ്റ്റ്, വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി വളരെ വളരെ നല്ല രീതിയിൽ പഠിക്കുക. പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന ഏരിയാസാണ്. നിങ്ങളത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. നൗ വി ക്യാൻ ഡിസ്കസ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ വന്നിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾ 25ാമത്തെ ചോദ്യം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് മൊഡ്യൂൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. Then 26th question write a note on HDI, Human Development Index. ആ ഇൻഡെക്സ് ഏതിലാണ് പബ്ലിഷ് ചെയ്യുക? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് HDR. ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? UNDP, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, നൗ എക്സ്പ്ലെയിൻ സ്റ്റേജ് തിയറി. WW റോസ്റ്റോൻ്റെ ആ കൺസെപ്റ്റ്, തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് മൊഡ്യൂൾ. ആ ഏരിയ 5 സ്റ്റേജസ് വളരെ ഉഷാറായിട്ട് പഠിക്കും. കാൾമാക്സിൻ്റെ ഒരു അനാലിസിസ് ഉണ്ട്, അതിൽ 6 സ്റ്റേജസ് ആണ് അദ്ദേഹം പറയുന്നത്. ക്ലാസ് സ്ട്രഗിള്, ഡയലറ്റിക്കൽ മെറ്റീരിയലിസം ഓർ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, കാൾ ഹെൻറിക് മാർക്സ്. നമുക്കൊരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സ്ലേവറി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഇതിൻ്റെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് റോസ്റ്റോൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, അല്ലേ? ദ ട്രഡീഷണൽ സൊസൈറ്റി, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, then drive it to maturity and the age of high mass consumption. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന തിയറീസ് ആണ്. അപ്പോൾ ആ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ തിയറി ഡെവലപ്പ് ചെയ്ത എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ്, ആ തിയറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ, ക്രക്സ്, ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അതിൽ നിങ്ങൾ ആഡ് ചെയ്യണ അസംഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും, കർവ് ഉണ്ടാവും, ആൻഡ് ലിമിറ്റേഷൻസ്. പല ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിട്ടിക്കലി എക്സാമിൻ ദ ഐഡിയാസ് ഓഫ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി. അതുപോലെ കമ്പയർ ചെയ്ത് പഠിക്കാൻ. ഇപ്പോൾ ബിഗ് പുഷ് തിയറിയും ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയും ഏറെക്കുറെ സെയിം ഐഡിയാസ് ആണ്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏരിയാസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി? സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡ് അനാലിസിസ് ഒക്കെ നോക്കുക. ദെൻ 29th ക്വസ്റ്റ്യൻ
Explain important methods to measure economic inequality. Lorentz curve and Gini's coefficient. ഒന്ന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗിനീസ് കോയിഫിഷ്യൻ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഹൗ ക്യാൻ വി മെഷർ എക്കണോമിക് ഇനീക്വാളിറ്റി? വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. 30ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റോഡൻസ് ബിഗ് പുഷ് തിയറി. റോസസ്റ്റിൻ റോഡൻ ബിഗ് പുഷ് തിയറി. 31ാമത്തെ ചോദ്യം, ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, now 32nd last question, what are the major pillars of sustainable development? Last module, sustainable development. Present generation can meet their own needs and aspirations without compromising the ability of the future to lead their life. Okay, sustainable development, susthira vikasanam, economic growth, economic development and sustainable development. Ecological balance, environmental protection, ozone protection, അല്ലെ, ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെ ഒഴിവാക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കുക, പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള ഏരിയാസ്, ഡീഫോറസ്റ്റേഷൻ ഒഴിവാക്കുക, അഫോറസ്റ്റേഷൻ, മരങ്ങൾ കൂടുതൽ നട്ടുപിടിപ്പിക്കുക, വെച്ച് പിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക, ദാറ്റ് ഈസ് അഫോറസ്റ്റേഷൻ. കാട് വിളിക്കുന്ന പേരാണെന്ത്? ഡീഫോറസ്റ്റേഷൻ. അപ്പം ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ലെറ്റ് us ഡിസ്കസ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. 33ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ 3 എക്കണോമിക് പ്ലാനിങ്. സിമ്പിൾ മൊഡ്യൂളാണ്, പക്ഷെ പ്രിപ്പയർ ചെയ്യാതെ പഠിക്കാതെ പോയാലും ഒന്നും എഴുതാൻ പറ്റില്ല. പോയിന്റ്സ് വേണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ, ടൈപ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ്, അച്ചീവ്മെൻറ്റ്സ് ഓഫ് 5-year പ്ലാൻസ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് 5-year പ്ലാൻസ്. ഒരുപാട് പോയിന്റ്സ് കളക്ട് ചെയ്തോളൂ. ആ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. പാരഗ്രാഫ് ടൈപ്പിൽ, എസ്സേ ടൈപ്പിൽ, ഒബ്ജക്റ്റീവ് ടൈപ്പിൽ, അതുപോലെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. നീതി ആയോഗ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ, നീതി ആയോഗ്. ഓക്കെ, 34ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലെവിസ് മോഡൽ ഓഫ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ, തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ലെവിസ് മോഡൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ സിലബസിലില്ല, ബട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. എസ്സേ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ, ഡ്യുവൽ എക്കോണമി മോഡൽ, ഡ്യുവൽ സെക്ടർ തിയറിയാണ്. അദ്ദേഹം അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ദാറ്റ് ഈസ് ഹാപ്പൻഡ് ഇൻ സബ്സിസ്റ്റൻറ്റ് സെക്ടർ. ഇതിൻ്റെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ, എക്സസ് സപ്ലൈ ഓഫ് ലേബർ ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ് ഓർ ഷിഫ്റ്റഡ് ടു ക്യാപിറ്റലിസ്റ്റ് സെക്ടർ. ഇങ്ങനെ എക്കോണമിയിൽ അതുവഴി എങ്ങനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത്? ആർതർ ലെവിസിൻ്റെ മോഡലാണ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? 5th മൊഡ്യൂൾ. ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട വിഷയമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറഞ്ഞ ഏരിയയാണ് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ്. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അതൊക്കെയാണ്. ദിസ് ഈസ് സ്മാർട്ട് പ്രിപ്പറേഷൻ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം കറക്റ്റ് ചെയ്ത് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുകയാണ്. ഏത് ഏരിയാസിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, ഏതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഏരിയ, ദെൻ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ഏരിയാസ്. റൈറ്റ്. Now ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 36ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തീസിസ് ഓർ തിയറി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ വരിക. ഇതിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരട്ടെ. നിങ്ങൾ എക്സാമിന് വളരെ നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ അനാലിസിസോട് കൂടിയിട്ട് നിങ്ങളെ 6th സെമസ്റ്ററിലെ എല്ലാ പേപ്പേഴ്സും നമ്മൾ ചാപ്റ്റർ വൈസ് അനാലിസിസ് ചെയ്തു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ചെയ്തു. ഓക്കെ, നിങ്ങൾ A to Z വാച്ച് ചെയ്യുക. ഒരിക്കലും അത് നഷ്ടമാവില്ല. നിങ്ങൾ എക്സാമിന് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ എന്താണ് നല്ലവണ്ണം മനസ്സിലാക്കുക. എക്സാം വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിനൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും ഒരു പേടിയും വേണ്ട. നമ്മൾ ടെൻഷൻ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. വറി ടൈം ഒഴിവാക്കിയിട്ട് സ്റ്റഡി ടൈം കൂട്ടുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല എഫേർട്ട് എടുക്കുക. അത് സ്മാർട്ട് വർക്ക് ആക്കുക. സ്മാർട്ട് വർക്ക് ഇപ്പം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഒരുപാട് ഏരിയാസ് നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല.
നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി കൺസെപ്റ്റും അതിൻ്റെ തിയറീസിൻ്റെ ക്രക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾക്ക് എളുപ്പമാവട്ടെ. നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ച ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ. നല്ല മനോഹരമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ കഴിയട്ടെ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.